ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രബിൻ നിങ്ങളോട് എന്തൊക്കെയോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ തന്നെ അവനോട് ചോദിക്കുക, അവൻ പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്നലെയല്ല എപ്പോഴാണെന്ന് അറിഞ്ഞൂടാ, ഒരു ഗിഫ്റ്റ് എനിക്ക് സിമി ആൻറ്റി അയച്ച് തന്നിട്ടുണ്ട്. തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ അമ്മ പറഞ്ഞു തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ. അപ്പോൾ തിങ്കളാഴ്ച വന്നപ്പോഴാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. അപ്പോൾ സിമി ആൻറ്റിയാണ് ആ ഗിഫ്റ്റ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ആ ഗിഫ്റ്റ് എന്തിനാണെന്ന് നോക്കാൻ പോയാലോ. അതിനു മുമ്പ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് ഇത്രത്തോളം അസുഖം കുറഞ്ഞു പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പ്രാർത്ഥിച്ച് എനിക്ക് ഇപ്പോൾ അത്രയ്ക്ക് ചൂടും പനിയൊന്നും ഇല്ല, നല്ല ശരീരമല്ല, നല്ല തണുപ്പാണ് ഇപ്പം. അപ്പോൾ ഇൻഫെക്ഷൻ്റെ അളവും കുറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഇൻഫെക്ഷൻ്റെ അളവ് നോക്കിയാ നമ്മള് എത്ര 17 20 എത്ര ഇരുന്നതിൽ ഇപ്പൊ 17% ആയിരിക്കും, 17ആയി. അപ്പോൾ നമുക്ക് ആ ഗിഫ്റ്റിലേക്ക് പോയാലോ. ഗിഫ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഒരു സെൽഫി സ്റ്റിക്കാണ്. എല്ലാവർക്കും അറിയാലോ സെൽഫി സ്റ്റിക്ക്. അത് തന്നെയാണ് സിമി ആൻറ്റി എനിക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നത്. കൂടെ ഒരു ലൈറ്റും ഉണ്ട് സെൽഫി സ്റ്റിക്കിൽ. സാധാ സെൽഫി സ്റ്റിക്കല്ല, അല്ലാതെ കൂടെ ലൈറ്റും കൂടി ചേർന്നുള്ള ഒരു സെൽഫി സ്റ്റിക്ക്. അത്ര ഇതിൻ്റെ പ്രത്യേകതയൊക്കെ എന്ന് പറയുമ്പോൾ സാധാ സെൽഫി സ്റ്റിക്ക് പോലെയൊക്കെ തന്നെയാണ്. പിന്നെ ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ തീരുവാണെങ്കിൽ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോർട്ടും ഉണ്ട്. കണ്ട, ചാർജിങ് പോർട്ടും ഉണ്ട്. വേറെ അല്ലാതെ ഇത് സാധാ സെൽഫി സ്റ്റിക്ക് തന്നെ. സൂപ്പർ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് താങ്ക്സ് ഉണ്ട് സിമി ആൻറ്റി. അപ്പോൾ വേറെ എന്തിനാണ്, ഇതേപോലത്തെ ഒരെണ്ണം ഞാനിവിടെ ടാഗ് ചെയ്ത് വെക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റിൽ പറയണം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്തിനാണ്? നമ്മുടെ സർജറിയുടെ ഡേറ്റ് കുറച്ച് നീട്ടിയിരിക്കുകയാണ്. എത്ര മാസത്തേക്ക്? 2 മാസങ്ങൾ നീട്ടി തന്നിരിക്കുകയാണ്. അത് ഞാൻ 2 മാസമൊന്നുമല്ല, ഈ പുണ്ണ് വലുതാവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല 2 മാസം തന്നെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഈ 2 മാസം തന്നത് പുണ്ണ് ചെറുതായിട്ട് ഉണങ്ങുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത്. അപ്പോൾ ഈ 2 മാസം കൂടി നോക്കാം, പുണ്ണ് ഉണങ്ങിയില്ലെങ്കിൽ സർജറി ചെയ്യാന്നാണ് ഡോക്ടർ പറഞ്ഞത്. അല്ലാതെ അങ്ങനെയൊന്നും നീട്ടിയതൊന്നുമല്ല. അപ്പൊ എന്തായാലും സന്തോഷമായില്ലേ നീട്ടിയതില്. പിന്നെ വേറെ എന്തൊക്കെയാണ്? കീമോ ഡോക്ടർ എന്താണ് പറഞ്ഞത്? സ്കൂളിൽ പോകാൻ പറഞ്ഞോ? കീമോ ഡോക്ടർ എന്തിനു പറയാൻ, ഇൻഫെക്ഷൻ കുറഞ്ഞു. പിന്നെ സ്കൂളിൽ പോണത് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഹീമോ ഡോക്ടർ. അതായത് ആഴ്ചയിൽ 2 ദിവസം ആയത് ആഴ്ചയിൽ 1 ദിവസം ആക്കാൻ പറഞ്ഞിട്ടുണ്ട് ഹീമോ ഡോക്ടർ, ഇൻഫെക്ഷൻ ആയതുകൊണ്ട്. 1 ദിവസം അല്ല, 2-3 മണിക്കൂർ ചെന്നിരുന്നാൽ മതി എന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് 1 ദിവസം ആക്കാം. എപ്പോഴും വീട്ടിൽ ഇരിക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സ്കൂളിലേക്ക് പോകാന്ന് വിചാരിക്കുന്നത്. എപ്പോഴും വീട്ടിൽ ഇരുന്ന് ഒരുമാതിരി ബോറടിക്കും പോലെ വീട്ടിൽ ഇരിക്കുന്നത്. അതാകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, ടീച്ചേഴ്സൊക്കെ ഉണ്ട്. ടീച്ചേഴ്സൊക്കെ ക്ലാസ് എടുക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമാണ്. നമുക്ക് അവിടെ പോയിരുന്ന് പഠിക്കാനുള്ള ഇൻട്രസ്റ്റേ അതാണ്. ടീച്ചേഴ്സ് ഇത് പഠിപ്പിക്കുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നതാണെങ്കിൽ നമുക്ക് അത് നോട്ട് എഴുതിയിട്ട് നമുക്ക് അത് നോട്ട് എഴുതി കഴിഞ്ഞാൽ അത് വായിക്കുമ്പോൾ നമുക്ക് വല്ലത് മനസ്സിലാവും. നമ്മൾ ടീച്ചർ പറഞ്ഞു തരുമ്പോൾ അത് നമ്മൾക്ക് വ്യക്തമായിട്ട് ക്ലിയറായിട്ട് ടീച്ചർ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് സ്കൂളിൽ പോയിരുന്ന് പഠിക്കണതാണ് ഈസി. അതാണ് ഞാൻ സ്കൂളിൽ പോകാന്ന് പറയുന്നത്. എപ്പോൾ നോക്കിയാലും വീട്ടിനകത്തിരുന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ? അത് ഇൻഫെക്ഷൻ ആവുന്നുണ്ടല്ലേ? ഇൻഫെക്ഷൻ ആവാതിരിക്കാനല്ലേ മാസ്ക് വെക്കുന്നത്? അതിന് വെക്കുന്നില്ലല്ലോ സ്കൂളിൽ ചെല്ലുമ്പോ. ഞാൻ വയ്ക്കുന്നുണ്ട്. ഇല്ല, ഞാൻ വയ്ക്കുന്നുണ്ട്. ക്ലാസ്സിലെ ടീച്ചേഴ്സിന് കള്ളത്തരം പറയാണ് ഗൈഡ്സ്. ഇവൻ സ്കൂളിൽ ചെല്ലുമ്പോ മാസ്ക് വെക്കുന്നില്ല, അങ്ങനെയൊന്നും മിണ്ടായിരിക്കും. അപ്പോ വീഡിയോ എന്താ പോയിക്കൊണ്ടിരിക്കുന്നത്, ഷോർട്സ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചതാണ്. ഇപ്പൊ 4 മിനിറ്റിൽ കൂടുതലായി. അപ്പൊ ഇനി വീഡിയോ ആയിട്ട് തന്നെ ഇടാം. അപ്പോ ഇനി ലെന്താക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല. വിചാരിക്കുന്നില്ല ലെന്താക്കാൻ. അപ്പോ ഇനി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം, എനിക്ക് ലൈക്ക് അടിക്കണം. പിന്നെ ഇതിനെ കുറിച്ചുള്ളത് കമന്റിൽ പറയാൻ മറക്കരുത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ടാഗ് ചെയ്തും വെക്കുന്നുണ്ട്, വാങ്ങിച്ചോണം. വാങ്ങിച്ചോണമെന്നല്ല, വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. പിന്നെ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, അത് പറയാൻ. എൻ്റെ ഇത് പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ ഇത് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്, നല്ല ഉപയോഗമാണ്. പിന്നെന്തിനു പറയാനാ, ഇതൊക്കെ തന്നെ ഉള്ളു. അപ്പൊ ഇനി ഫുഡൊക്കെ കഴിക്കാവോ? ഫുഡൊക്കെ അല്ലെങ്കിലും കഴിക്കും. ഭയങ്കര കഴിപ്പാണല്ലേ. ഫുഡൊക്കെ കഴിക്കും. അപ്പൊ ഇനി അവനെ അടുത്ത് വേറെ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അമ്മ. അത് കഴിക്കുന്നതിന്റെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരുമല്ലേ? ഇടയ്ക്കിടയ്ക്ക് സ്പെഷ്യൽ ഉള്ളപ്പോ വരാം. സബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമന്റ് ചെയ്യണം. നിങ്ങളെല്ലാം അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അവന് നല്ലപോലെ. അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് മറക്കല്ലേ. അത് സബ് ചെയ്യാൻ മറക്കല്ലെന്ന് പറയുമ്പോ പ്രാർത്ഥിക്കാൻ മറക്കല്ലെന്ന് പറഞ്ഞ സബ് ചെയ്യാൻ മറക്കരുതെന്നാണ്. പുതിയ ആൾക്കാരുടെ ഇതിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.